അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിപീസ് ക്രിയേഷൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിക്കൻ ലെഗ് പീസ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഓവനും ഗ്രില്ലും വാഴയിലയും ഒന്നും ഇല്ലാതെ ഒരു കടായിൽ വെച്ചിട്ട് വളരെ കുറഞ്ഞ എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ലെഗ് പീസ് പൊള്ളിച്ചെടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള മസാലയും കൂടെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ രുചികരമായിട്ടുള്ള ഈ ഒരു ചിക്കൻ ലെഗ് പീസ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് കണ്ടാലോ. നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതുപോലത്തെ 6 ലെഗ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഇതാ നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ലെഗ് പീസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മസാല ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അര കഷ്ണം സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ കാന്താരിമുളക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള തൊണ്ടമുളകാണ് കേട്ടോ. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ലെഗ് പീസിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നീട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഇലയാണ്, കസൂരി മേത്തി. ഇത് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതൊന്നും പ്രത്യേകിച്ചൊരു അളവിൽ ഞാൻ പറയണില്ല കേട്ടോ, കാരണം നമ്മുടെ കയ്യിലുള്ള ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ്. നല്ല ജീരകം അതുപോലെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതും നമ്മുടെ കസൂരി മേത്തിയും കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, പൊടിക്കാത്തതാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ മസാല നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് മുൻപായിട്ട് ഇതിൽ പുളിയും അതുപോലെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഈ മസാലയിൽ വേറെ ഉപ്പൊന്നും നമ്മൾ ചേർക്കണില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉപ്പ് തന്നെ വേണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ചിക്കനിൽ ഈ ഉപ്പ് നന്നായിട്ട് തന്നെ പിടിക്കുകയുള്ളൂ. നമ്മൾ ഉലുവയുടെ ഇലയും അതുപോലെ നല്ല ജീരകം ഉണ്ടല്ലോ, അതെന്തായാലും നമ്മൾ ചേർക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ അൽഫാമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ ഉണ്ടാവുക. നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് പുകയിടുമല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതി ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ലെഗ് പീസിൽ ഇതാ ഞാൻ ഇതുപോലെ മസാല നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു 5-6 മണിക്കൂർ സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ കുറേ സമയം നമ്മൾ മാറ്റി വെക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ എത്ര സമയം മാറ്റി വെക്കുന്നോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഏകദേശം 5 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുക്കിംഗ് ഓയിലായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ ലെഗ് പീസ് ഓരോന്നും ഇതുപോലെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത്, ഇതിലുള്ള മസാല കടിയിലൊട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള മസാലയും കൂടെ നമുക്കിതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് 1-2 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് അടിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം പിന്നീടൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇത് കുക്കായിട്ട് വരൂല കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടൂല കേട്ടോ. പ്രത്യേകിച്ച് ലെഗ് പീസാണല്ലോ, അതുകൊണ്ട് തന്നെ പുറം ഭാഗമൊക്കെ കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാതായിരിക്കും ഉണ്ടാവുക.
അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 30-35 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും കേട്ടത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള ഈ മസാലയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചിക്കൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എങ്കിൽ മാത്രമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടുക. ഒരു 25 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് സൈഡ് ഭാഗമൊക്കെ കുക്കാവാനുണ്ട്. ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഈ ലെവലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. ഈ അടിയിലുള്ള ഈ മസാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ചിക്കൻ്റെ മുകളിലായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.